So today we are going to study about the built-in functions in SQL. I think already we have studied about the different built-in functions. Built-in functions are something already നമ്മുടെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ യൂസേജ് വെച്ചിട്ട് കോളത്തിലെ ഡിഫറെൻറ്റ് വാല്യൂസിനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. So here we can perform different simple calculations like 4 into 3 അല്ലെങ്കിൽ 4 plus 3, 4 minus 3 ഇങ്ങനത്തെ സിമ്പിൾ കാൽക്കുലേഷൻസ് നമുക്ക് SQLലും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സിമ്പിൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെലക്ട് ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതിനെ വിളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡ്യുവൽ ടേബിൾ. Dual is a dummy table that has been shown in the next slide. So dual table are we use for this purpose. We use a dual table for taking the data for calculations. Any kind of calculations could be done here in this dual table. So next is about the dual table. So the Oracle provides a dummy table called as dual. A dual is a small work table which has one row and one column. ഒരു റോയും ഒരു കോളവും ഉള്ള ഒരു ഡമ്മി ടേബിളാണ് ഡ്യുവൽ ടേബിൾ എന്ന് പറയുന്നത്. ഡ്യുവൽ ടേബിളിനകത്ത് നമ്മൾ എന്ത് ക്വറി കൊടുത്താലും അതിൻ്റെ റിപ്ലൈ ഡ്യുവൽ ടേബിളിൽ നിന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ദ പർട്ടിക്കുലർ കാൽക്കുലേഷൻ ഫ്രം ഡ്യുവൽ എന്നായിരിക്കും കൊടുക്കുന്നത്. ഇവിടെ ആണെങ്കിൽ സെലക്ട് 4 into 3 ഫ്രം ഡ്യുവൽ. 4 into 3 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 12. ഫ്രം ഡ്യുവൽ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ അത് ഡമ്മി ടേബിളാണ്. ഞാൻ പറഞ്ഞ പോലെ ഡമ്മി ടേബിളാണ്. ആ ഡമ്മി ടേബിളിൽ നിന്ന് നമ്മൾ ഡേറ്റ ആക്സസ് ചെയ്യാനാണ് നമ്മളിപ്പോൾ 4 into 3 അല്ലെ 4 plus 3, 4 minus 3 അവിടെ എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതനുസരിച്ചുള്ള റിസൾട്ട് ആയിരിക്കും ഈ താഴെ കാണിച്ചിരിക്കുന്ന 4 into 3 which is 12. The dual table also helps in finding the system date. അതായത് പെർട്ടിക്കുലർ ആയിട്ട് നമ്മളിപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡേറ്റ് എന്താണ് അതിന് നമ്മൾ പറയുന്നത് സിസ് ഡേറ്റ് എന്നാണ്. അപ്പോൾ സെലക്ട് സിസ് ഡേറ്റ് ഫ്രം ഡ്യുവൽ. ഡ്യുവലിൽ നിന്ന് നമുക്ക് സിസ് ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സെലക്ട് സിസ് ഡേറ്റ് ഫ്രം ഡ്യുവൽ. സിസ് ഡേറ്റ് ഇസ് 06 December 2011. അപ്പോൾ സിസ് ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയുള്ളത് ഡിഫറെൻറ്റ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ആവറേജ്. AVG എന്നാണ് അതിന് പറയുന്നത്. ആവറേജ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ടു ഫൈൻഡ് ആവറേജ് വാല്യൂ. അതായത് കുറേ വാല്യൂസ് ഉണ്ട് അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം 5 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1 + 2 + 3 + 4 + 5 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ ആവറേജ്. Okay, next we have the min and max. Min എന്ന് പറഞ്ഞാൽ to find the minimum value from a set of values that is present, and max എന്ന് പറഞ്ഞാൽ to find the maximum value. കുറേ സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് മാക്സിമം വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ് നമ്മൾ മാക്സ് ഉപയോഗിക്കുന്നത്. ഇനി ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ സം ആണ്. അതായത് കുറേ വാല്യൂസിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ വി യൂസ് ദ സം. പിന്നെ ഉള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അത് നിങ്ങൾ മാക്സിൽ പഠിക്കുന്നതാണ്. ടു ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സംതിങ് യു ക്യാൻ ഗിവ് STD/DEV എന്നാണ് ആ ഫംഗ്ഷൻ പറയുന്നത്. പിന്നെ കൗണ്ട് എന്ന് പറഞ്ഞാൽ ടു കൗണ്ട് നോൺ നൾ വാല്യൂസ് ഇൻ എ കോളം. നൾ അല്ലാത്ത വാല്യൂസിന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ. ടോട്ടൽ നമ്പർ ഓഫ് റോസ് ടേബിളിൽ ടോട്ടൽ നമ്പർ ഓഫ് റോസിനെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് വേരിയൻസ്. വേരിയൻസ് ഇസ് അനദർ ഫംഗ്ഷൻ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ടു കമ്പ്യൂട്ട് ദ വേരിയൻസ് വാല്യൂസ് ഇൻ എ കോളം. വേരിയൻറ്റ് വാല്യൂസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വേരിയൻസ് ഓപ്പറേഷൻ. So next is to calculate the total gross for employees of grade E2. The command ഇങ്ങനെയായിരിക്കും. അതായത് നമ്മൾ ടോട്ടൽ ഗ്രോസ് ഫോർ എംപ്ലോയീസ് ഓഫ് ഗ്രേഡ് E2 ഉള്ളവരുടെ ടോട്ടൽ ഗ്രോസ് കണ്ടുപിടിക്കാം. ടോട്ടൽ ഗ്രോസ് എന്ന് പറഞ്ഞാൽ സം ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ സെലക്ട് സം ഓഫ് ഗ്രോസ്, അതായത് എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ കണ്ടുപിടിച്ച് ഫ്രം എംപ്ലോയി വേ ഗ്രേഡ് ഇസ് ഈക്വൽ ടു E2. ഇനി അടുത്തതാണെങ്കിൽ ഡിസ്പ്ലേ ദ ആവറേജ് ഓഫ് ഗ്രോസ് ഓഫ് എംപ്ലോയീസ് വിത്ത് ഗ്രേഡ് E2 ഓർ E1 ഓർ E2. ദ കമാൻഡ് ഇങ്ങനെയായിരിക്കും. കമാൻഡ് സെലക്ട് ആവറേജ് ഗ്രോസ്, അതായത് AVG എന്നുള്ളതാണ് ആവറേജ് പറയുന്നത്. AVG ഗ്രോസ് ഫ്രം എംപ്ലോയി വെയർ ഗ്രേഡ് ഇസ് ഈക്വൽ ടു E1 ഓർ ഗ്രേഡ് ഇസ് ഈക്വൽ ടു E2. ഇനി ഇതല്ല, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ കൗണ്ട് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ എംപ്ലോയി ടേബിൾ. എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ടെന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ സെലക്ട് കൗണ്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി. കൗണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാ റോസിനെയും അതങ്ങ് കൗണ്ട് ചെയ്യും. അപ്പോൾ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് എംപ്ലോയീസിനെ കൗണ്ട് ചെയ്യുന്നതാണ് കൗണ്ട് സ്റ്റാർ. സോ നെക്സ്റ്റ് ഇസ് ലൈക്ക് കൗണ്ട് നമ്പർ ഓഫ് സിറ്റീസ് എത്രയുണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ സിറ്റീസ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഡിസ്റ്റൻറ്റ് കീവേഡ് ഉപയോഗിക്കുമ്പോൾ മൾട്ടിപ്പിൾ എൻട്രീസ് ഇഗ്നോർ ചെയ്യുക. മൾട്ടിപ്പിൾ എൻട്രീസിനെ ഇഗ്നോർ ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ ആയിരിക്കും നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം കൗണ്ട് ചെയ്യുവാണെങ്കിൽ ലൈക്ക് ഡൽഹി ഒന്നാണെങ്കിൽ ഡൽഹി 1, ജയ്പൂർ ഒന്നാണെങ്കിൽ ജയ്പൂർ 1, ഇപ്പം ജയ്പൂർ 1, അതുപോലെ തന്നെ
കൽക്കട്ട ഒന്നാണെങ്കിൽ കൽക്കട്ട ഒന്ന്. ഇനി അതൊന്നുമല്ല, നമുക്ക് എല്ലാ കൺട്രീസും എത്ര എണ്ണം ഉണ്ടെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ഓൾ സിറ്റി. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു ഡിസ്റ്റൻറ്റിങ്ങും ഓളും. ഡിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ഉള്ള വാല്യൂസിനെ നമ്മൾ ഇഗ്നോർ ചെയ്യും. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ സിറ്റീസിനെയും എടുക്കണം.